യു.എസിലെ വാഷിംഗ്ടൺ ഡി.സിയിലുണ്ടായ വെടിവെപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത്. വാഷിംഗ്ടണിലെ ജൂത മ്യൂസിയത്തിന് സമീപമാണ് വെടിവെപ്പുണ്ടായത്. വാഷിംഗ്ടണിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഫീൽഡ് ഓഫീസ് വെടിവെപ്പ് നടന്ന സ്ഥലത്തിന് സമീപത്താണ്. വെടിവെപ്പിൽ ഇസ്രായേൽ എംബസിയിലെ 2 ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. പിന്നാലെ അക്രമി പിടിയിലായി. പോലീസ് പിടികൂടുമ്പോൾ അക്രമി പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഷിക്കാഗോയിൽ നിന്നുള്ള 30-കാരൻ ഏലിയാസ് റോഡ്രിഗസ് ആണ് പ്രതി. മ്യൂസിയത്തിന് പുറത്ത് 4-അംഗ സംഘത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ക്രിമിനൽ ഭീകരവാദ പശ്ചാത്തലമുള്ളയാളല്ല പ്രതിയെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. അക്രമിയുടെ ലക്ഷ്യമെന്താണെന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. വെടിവെച്ചതിന് പിന്നാലെ ഇയാൾ മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആക്രമണം നടന്നതിന് പിന്നാലെ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഈ സമയത്ത് ഇയാൾ പലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാണ് അധികൃതർ നൽകുന്ന വിവരം. ഇയാളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഏതെങ്കിലും സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. വംശവെറിയാണോ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണോ ആക്രമണം നടത്തിയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അറസ്റ്റിന് ശേഷം പ്രതി ഞാനിത് പലസ്തീന് വേണ്ടി ചെയ്തു, ഗാസയ്ക്ക് വേണ്ടി ചെയ്തു എന്ന് പോലീസിനോട് പറഞ്ഞതായി ഫെഡറൽ അധികാരികൾ വ്യാഴാഴ്ച പറഞ്ഞു. യു.എസ് യുവതിയും ഇസ്രായേൽ യുവാവുമാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ വിവാഹ നിശ്ചയം തീരുമാനിച്ചിരുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേൽ പൗരനായ യാരോൺ ലിഷിൻസ്കിയും അമേരിക്കക്കാരിയായ സാറ മിൽഗ്രിഡുമാണ് കൊല്ലപ്പെട്ടത്. യു.എസിലെ ഇസ്രായേൽ അംബാസിഡർ ലെച്ചീൽ ലീറ്ററാണ് ഇവരുടെ പേരുകൾ പുറത്തുവിട്ടത്. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗസയിൽ ഹമാസുമായി അതിരൂക്ഷ ആക്രമണം ഇസ്രായേൽ തുടരുന്നതിനിടെയാണ് വാഷിംഗ്ടൺ ഡി.സിയിൽ വെടിവെപ്പുണ്ടായത്. ഗസയിലെ യുദ്ധം മിഡിൽ ഈസ്റ്റിലും അന്തർദേശീയ തലത്തിലും സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യു.എസിലും ആക്രമണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ക്യാപിറ്റൽ ജൂത മ്യൂസിയത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. ജൂതന്മാരെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നാണ് ഡി.സി പോലീസിനെ ഉദ്ധരിച്ച് BBC-യുടെ റിപ്പോർട്ടിൽ പറയുന്നത്. FBI-യുടെ വാഷിംഗ്ടൺ ഫീൽഡ് ഓഫീസ് ഉൾപ്പെടെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മ്യൂസിയങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ എന്നിവയുള്ള പ്രദേശത്താണ് വെടിവെപ്പുണ്ടായത്. ക്ലോസ് റേഞ്ചിലാണ് അക്രമി വെടിവെച്ചതെന്ന് ഇസ്രായേൽ എംബസി വക്താവ് എക്സിൽ കുറിച്ചു. ആക്രമണകാരിയെ പിടികൂടുന്നതിനും ഇസ്രായേലിൻ്റെ പ്രതിനിധികളെയും അമേരിക്കയിലുടനീളമുള്ള ജൂത സമൂഹങ്ങളെയും സംരക്ഷിക്കുന്നതിനും പ്രാദേശിക ഫെഡറൽ നിയമനിർവഹണ അധികാരികളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും എംബസി വക്താവ് കുറിച്ചു. വംശീയ അതിക്രമം തന്നെയാണ് നടന്നതെന്ന് യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. സെമിറ്റിസത്തിനെതിരെ നടത്തിയ ആക്രമണമാണിത്. കൊലപാതകങ്ങൾ ഇപ്പോൾ അവസാനിപ്പിക്കണം. വിദ്വേഷത്തിനും തീവ്രവാദത്തിനും യു.എസിൽ സ്ഥാനമില്ല. ഇരകളുടെ കുടുംബങ്ങൾക്ക് അനുശോചനം. ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ വളരെ സങ്കടമുണ്ട്. ഇങ്ങനെയാണ് ട്രംപ് കുറിച്ചത്. ജൂതന്മാർക്കെതിരായ ഭീകരവാദത്തിൻ്റെ ഭാഗമാണ് വെടിവെപ്പെന്ന് ഇസ്രായേൽ ആരോപിച്ചു. ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡെനോനാണ് വെടിവെപ്പിനെ അപലപിച്ചുകൊണ്ട് ജൂതന്മാർക്കെതിരായ ഭീകരരുടെ ആക്രമണമാണ് ഇതെന്ന് പറഞ്ഞത്.